കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസും ചേർന്ന് കേരളത്തെ ശവപ്പറമ്പാക്കി മാറ്റിയെന്ന് NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ പറഞ്ഞു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച നിയോജകമണ്ഡലം കൺവെൻഷൻ ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരുന്ന് നിർമ്മാണ രംഗത്ത് 70% ഇന്ത്യ ലോകരാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ കേരളത്തിൽ ഒറ്റ വ്യവസായ സംരംഭങ്ങളില്ല. കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കാത്തതാണ് ഇതിന് കാരണം. 35 ലക്ഷത്തോളം വരുന്ന വിദേശ മലയാളികൾ പ്രവാസം മതിയാക്കി കേരളത്തിൽ എത്തിയാൽ പെട്ടിക്കട പോലും തുടങ്ങാൻ പറ്റില്ല. ഭരണവർഗ മുന്നണികൾ അവയെല്ലാം അടച്ചുപൂട്ടിക്കും. കള്ള് കച്ചവടവും ലോട്ടറിയും ഒഴിച്ചു നിർത്തിയാൽ നക്കാപ്പിച്ച കിട്ടാത്ത സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളപ്പിറവിക്ക് ശേഷം കൂട്ടിയ വ്യവസായ സ്ഥാപനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റുകാർ, ഈ കോൺഗ്രസുകാർ കേരളത്തെ ശവപ്പുറമ്പാക്കി മാറ്റി. ഇന്ത്യ രാജ്യത്ത് മരുന്ന് നിർമ്മാണത്തിൽ ലോകരാജ്യങ്ങളിലേക്ക് 70% ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുമ്പോൾ കേരളത്തിൽ ഒറ്റ വ്യവസായ സ്ഥാപനമില്ല. വാഹന നിർമ്മാണത്തിൽ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ലോകോത്തര നിലവാരം പുലർത്തിക്കൊണ്ട് വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ട് കാറുകൾ വിദേശത്തേക്ക് പോകുമ്പോൾ കേരളത്തിലില്ല. എന്താ കാരണം? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ സമ്മതിക്കില്ല. 35 ലക്ഷം വിദേശ മലയാളികളില്ലേ? ഈ കഠിനാധ്വാനം ചെയ്ത് വെയിൽ കൊണ്ടുവരുന്ന ഈ 35 ലക്ഷം വരുന്ന വിദേശ മലയാളികൾക്ക് ഏതെങ്കിലും ഒരു മലയാളിക്ക് ഒരു പെട്ടിക്കട തുടങ്ങാൻ പറ്റുമോ? അത് ഈ കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ അടച്ചുപൂട്ടിക്കില്ലേ? കേരളത്തിലെ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയില്ലേ? കോഴിക്കോട് ഏറ്റവും പ്രസിദ്ധമായ 3000-ഓളം ആളുകൾ പണിയെടുത്തിരുന്ന ഗോളിയോ റെയിൻസ് ആരാ പൊട്ടിച്ച്? പെരുമ്പാവൂർ റെയിൻസ് ആരാ പൊട്ടിച്ച്? അശോക ഫാക്ടറി ആരാ പൊട്ടിച്ച്? ശ്രീചിത്ര മില്ല്, ചാക്കോള മില്ല്, കാത്തായി കോട്ടൺ മിൽസ്, ക്രോംപ്ടൺ ഗ്രീവ്സ്, ഉഷ കമ്പനി, തോഷിബ ആനന്ദ്, ഒഗൈൻ ഗ്ലാസ് ഫാക്ടറി, എക്സൽ ഗ്ലാസ് ഫാക്ടറി, എത്ര ഫാക്ടറികളാണ്? എല്ലാം കൂട്ടിച്ച് കേരളത്തിന് ശവപ്പുറമ്പാക്കി ഈ കേരളത്തിലെ ഭരണവർഗ മുന്നണികൾ മാറ്റിയില്ലേ? ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷനിൽ NDA നിയോജക മണ്ഡലം കൺവീനർ ദയാനന്ദൻ മാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ കേന്ദ്രമന്ത്രി ഭഗവന്ത് ഖുബ മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തം BJP ആണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. മുഖ്യമന്ത്രിയുടെയും കോൺഗ്രസിന്റെയും ആത്മവിശ്വാസം കുറഞ്ഞതായും BJP പ്രവർത്തകരുടെയും സ്ഥാനാർത്ഥികളുടെയും ആവേശം വളരെ കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, നിയോജക മണ്ഡലം ഇൻചാർജ് അനീഷ് എയ്യാൽ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ, BDJS മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പുളിക്കൽ, KR അനീഷ്, സുഭാഷ് മണ്ണാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷന് മുന്നോടിയായി നടന്ന പ്രകടനം BJPയുടെ ശക്തി വിളിച്ചോതുന്നതായി NDA. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ശംഖുനാഥ കാഹളം മുഴക്കി ആരംഭിച്ച റാലിയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വർണ്ണക്കാവടികളും ബലൂണുകളും DJയും മറ്റ് അലങ്കാരങ്ങളുമായി നടന്ന റാലി നഗരം ചുറ്റി ടൗൺഹാളിൽ സമാപിച്ചു. BJP is very strong in the Kerala than the Congress. Both statement of CM himself is showing his confidence low. Congress double low. And our josh of the candidate and our josh of the party workers, BJP and NDA very high.